ഹായ് ഹലോ നമസ്കാരം. മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായ ഡാൽ കിച്ചടിയാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് സമയം നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായി കിച്ചടിക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഞാനൊരു 1/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. മസൂർ ഡാൽ 3 ടേബിൾ സ്പൂൺ, ചെറുപയർ 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ, പിന്നെ മൂങ്ങ് ഡാലാണ് അത് 3 ടേബിൾ സ്പൂൺ, പിന്നെ തോരപ്പരിപ്പ് അതൊരു 3 ടേബിൾ സ്പൂൺ. ഡാൽ കിച്ചടിക്കായിട്ട് ഞാൻ ഇത്രയും പരിപ്പും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ അരമണിക്കൂർ നേരം വെള്ളത്തിലേക്ക് നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പുകളെല്ലാം കൂടി ഒരുമിച്ചൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിതൊരു വീഡിയോയ്ക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പരിപ്പുകളെല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടായ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായി നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണ്ടോ, നന്നായിട്ട് സെറ്റായിട്ടിട്ട് ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന പരിപ്പുകളെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പുകൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ പരിപ്പിൻ്റെ മുകളിൽ ഭാഗം നിൽക്കുന്നവരേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നവരേക്ക് നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം. അതേസമയം കൊണ്ട് വേറൊരു കുക്കറിൽ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിത് അരിൻ്റെ കുറച്ചും കൂടി മുകളിൽ വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 3 വിസിൽ വരുന്നവരേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, പരിപ്പ് വേകാൻ വെച്ചിട്ട് ഏകദേശം 4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇത്രയും മതി. നമ്മൾ വേഗം വെച്ച് അരിയും നമ്മൾ സെറ്റായിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞിട്ട് പ്രഷറെല്ലാം പോയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇതാണ്ടോ, നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി വേവിച്ചിട്ട് വേണം എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ചോറിന് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും മതി. ഇനി അതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഈ ചൂട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നത്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പോയിട്ട് തണുത്ത് കിട്ടട്ടെ. ഓക്കെ, ഇനി വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചാണ് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ നല്ലത് കളർന്ന് മാറി വരുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതാണോ, നല്ലപോലെ കളറൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളിലേക്ക് ഒന്ന് കളർ മാറി വരുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതാണോ, സവാളയൊക്കെ കളറൊക്കെ മാറി നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരട്ടെ. അതുവരേക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഞാൻ അതിങ്ങനെ നമ്മുടെ തവ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണോ, നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഒരു പാകം മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് അന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് അത് ഇട്ട് കൊടുത്ത് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ടോ, പൊടികളുടെയൊക്കെ പച്ചമണം മാറി നല്ല സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ്ടോ, നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്കിതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഒരുപാട് കട്ടി പോലെയുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് വേണമെങ്കിൽ കുറച്ചും കൂടി നല്ലപോലെ വേവിക്കുക. ഞാനിതൊരു കഴിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിൽ അതിനാണ് ഞാൻ ഈ ഒരു 90% വേവിച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ വേവിച്ചിട്ട് ഉടച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇതാണോ, നമ്മുടെ മിക്സിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക് പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 10-15 ക്യാഷ്നട്ടാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് കറുവപ്പലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഓക്കെ, സെറ്റാണ്. ഇത്രയും മതി. ഇനി നമുക്കിതാ കിച്ചടിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ്ടോ, നല്ലപോലെ മിക്സിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഞാൻ കുറച്ച് കസ്തൂരി മേത്തിയാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില പൊടിപൊടിയെ കട്ട് ചെയ്ത് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറുവപ്പലയും കൂടി ഒന്ന് മേലെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി ചെറുനാരങ്ങയാണ് അത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡാൽ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. കുറച്ച് കാണുമ്പോൾ കുറച്ച് നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി വേണമെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഈ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ വേണ്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്